ഹലോ. അപ്പോൾ ഞാൻ മിക്ക സൺഡേയ്സിലും ഈവനിങ്, അതായത് സ്കൂൾ വർക്കിംഗ് ഡേയ്സ് സ്റ്റാർട്ട് ചെയ്താൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പപ്പടം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് വറുത്തൊരു ബോട്ടിലിൽ വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് ഇതൊന്ന് ചമ്മന്തി ഉണ്ടാക്കാനായാലും വറുത്തത് മാത്രമായാലും സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ ഇച്ചിരി എളുപ്പമാണല്ലോ. അതുമല്ല, ഈ സൺഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് കേട്ടോ, രാവിലെ എഴുന്നേറ്റ് പെട്ടെന്നൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പപ്പടമൊക്കെ വറുത്തു ഇതുപോലെ ഒരു ടിന്നിലാക്കി വെക്കുന്നുണ്ട്. ഇത്രയൊക്കെ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ, ഒരുപാട് ദിവസത്തേക്ക് അങ്ങനെ വെക്കാറില്ല. പിന്നെ രാവിലെ എന്തായാലും ഇഡ്ഡലി ഉണ്ടാക്കാം എന്നുള്ള ഒരു പ്ലാനിൽ സാമ്പാർ വെച്ച് വെക്കുവാണ് രാത്രി തന്നെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ശരിക്കും പറഞ്ഞാൽ ഒരു 8 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ വൈകുന്നേരം ചെയ്തു, പിന്നെ അടുത്ത് രാത്രി ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു സാമ്പാർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നാളത്തേക്ക് ഇനി ചോറിനും അത് കഴിഞ്ഞിട്ട് രാവിലെ കാപ്പിക്കും ഒക്കെ ആയിട്ട് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്, അപ്പോൾ അതിലേക്ക് ഞാൻ വറവൊക്കെ ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് ഞാൻ സ്പൂണൊന്നും ഇടാണ്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ വറുത്തതും പപ്പടവും സാമ്പാറും ആയിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് റെഡിയാക്കിയാൽ ഇന്നത്തെ